എപ്പോഴാണ് ഇയാൾ ഇതിലൂടെ പോയത്? 9:10 കുറേ ഓട്ടോ ഡ്രൈവർമാർ ഓടിച്ച് വരുന്നുണ്ട്. ഗോവിന്ദിച്ചാമി അപ്പൊ ഞാനിവിടെ കല്ല് എടുത്ത് മേലേക്ക് കയറ്റി തലയ്ക്ക് വരും പോയി. അന്ന് പോകുമ്പോൾ ഇത് എടുത്ത് ചാടി അങ്ങേക്ക് പോയി. ഈ മതിൽ ചാടിപ്പോയി. ഈ രൂപക്ക് എങ്ങനെയായിരുന്നു? താടിയും ഒരു പാന്റ് ഷർട്ടും. ഈ കയ്യിലൊരു തോർത്ത് ഇങ്ങനെ കെട്ടിട്ട്, അതായത് കൈപ്പത്തി ഇല്ലാന്ന് കാണാതിരിക്കാൻ വേണ്ടി. 9:10 9:10 പോലീസ് ആ സമയത്ത് ഇങ്ങോട്ട് വന്നോ? പോലീസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടെത്തി. 5 മിനിറ്റോടെ. ഈ കാടിന്റെ എത്ര സ്ഥലം ഇങ്ങനെ കാടാണ്? അതിനപ്പുറം കെട്ടിടം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? കെട്ടിടമുണ്ട്, 2 കെട്ടിടമുണ്ട്. 100 മീറ്റർ 150 മീറ്റർ കാട് തന്നെ. അതിലൂടെ അപ്പുറത്തേക്ക് പോവാം. അപ്പുറത്ത് പോയാല് മന്ദിരത്തിന്റെ എത്തുന്ന പറയാം, നമുക്ക് ശരിക്കും അറിയില്ല. വഴികളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അതായത് രാഹുലെ കാട് കടന്ന് അപ്പുറത്തും പോലീസ് പാർട്ടി ഉണ്ടോ? ഇതെന്തായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് തളപ്പ് പാർട്ടി ഓഫീസാ. നെക്സ്റ്റ് പാർട്ടി ഓഫീസ് കഴിഞ്ഞിട്ട് തളപ്പ് അമ്പിളി തിയേറ്റർ ഇല്ല, പഴയ തിയേറ്റർ അമ്പിളി തിയേറ്റർ, അതുവഴി പോയാൽ കാവ് വഴി തളപ്പ് താവേലെത്തും. റെയിലിന്റെ അടുത്തെത്തും, ഇരട്ടക്കണ്ണം പാലത്തിന്റെ അടുത്ത്. അപ്പൊ അയാൾക്ക് എവിടെയും ഓടാം. ആ താഴെ ഏരിയ ഒരു ഐസൊലേറ്റഡ് ഏരിയ, വെറ്റ്ലാൻഡ്സാ, ചതുപ്പാണ്. അപ്പൊ ഈ സ്ട്രീറ്റ് ഓടിയത് അതാണ് സംശയം. ഇത് കഴിഞ്ഞാൽ നമ്മൾ അഴീക്കോടം വന്നരുമല്ലോ, പാർട്ടി ഓഫീസ്, മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസാണ്. അപ്പം അതിൽ ആൾക്കാരുണ്ട്, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഉള്ളത് തിയേറ്റർ വഴിയെങ്കിൽ ഞങ്ങളുള്ള താമസിക്കുന്ന ഏരിയ ഓലച്ചേരിക്കാവ്, അത് കഴിഞ്ഞാൽ താവയാണ്, ഇരട്ടക്കണ്ണം പാലം, റെയിൽ ലൈനാണ്. അയാൾ ആ റെയിൽ ലൈനിലേക്ക് പിടിച്ചോന്നാണ്. എന്താ പറയുക, അയാൾ റെയിൽ ലൈൻ ഇരട്ടക്കണ്ണം ഇവിടുന്ന് ഒരു 1.25 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പം അതൊരു അടുത്താണ്. ഞങ്ങൾ കാവിന്റെ അവിടെ എന്താ അവിടുന്ന് പക്ഷെ അവിടെ പോലീസ് പോകുന്നുണ്ടേനു താവ ഏരിയയിൽ. അവർക്ക് സംശയമുണ്ട്. അപ്പൊ ഇയാള് റെയിലേ പിടിക്കുള്ളൂ എന്നാണ് എന്റെ സംശയം. റെയിൽ എന്താ പറയാ, ഇയാളെ ക്രിമിനൽ ഇത് പാശ്ചാത്തലം മുഴുവൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യാചകൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഇയാളെ യാചകനല്ല, ഇയാളൊരു മാഫിയ കിങ് ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അയാൾക്ക് വൻ സഹായങ്ങൾ തേടിയിരുന്നു. 12 അടിയുള്ള ഇത് റെയിൽവേ ഫെൻസിംഗ് ഉള്ള റെയിൽവേ ഇലക്ട്രിക് ലൈന് ഓഫ് ആവുക. കൂടെ ഒരു ഇൻമേറ്റ് ഉണ്ട്, അയാൾ അറിഞ്ഞിട്ടില്ല. കമ്പി കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പിന്നെ ഈ ടി വിയിൽ കണ്ടപ്പം പിടിയില്ലെന്നാ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഓട്ടോ പിടിച്ചിട്ട്. എന്റെ ഏരിയ ആയതുകൊണ്ട്. പക്ഷെ പിടിയിലായി എന്നാ പറഞ്ഞത്, പക്ഷെ പിടിയിലായിട്ടില്ല എന്നാണ്. തീർച്ചയായും അഭിലാഷ്, അത് തന്നെയാണ് ഈ ഒരു കുറ്റാന്വേഷകനെ പോലെയാണ് നാട്ടുകാരൻ സംസാരിച്ചത്. രാഹുൽ, എനിക്കറിയേണ്ടത് ഈ കാട്, തളാപ്പിലെ ഈ കാട് കഴിഞ്ഞ് അപ്പുറത്ത് ഇയാൾ എത്താനുള്ള മുഴുവൻ സാധ്യതയും കണ്ട് അവിടെ പോലീസ് വളഞ്ഞിട്ടുണ്ടോ? അഭിലാഷ്, തീർച്ചയായും ഉണ്ട്. നിലവിൽ പോലീസ് ഏതായാലും ഈ കാട്ടിൽ മാത്രമല്ല, കാടിന് അപ്പുറത്തെ ഭാഗത്ത് അവർ പറഞ്ഞു, ഇവിടെ ഇതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പാർട്ടി ഓഫീസൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെയും പോലീസിന്റെ തിരച്ചിൽ ഏതായാലും നടക്കുന്നുണ്ടെന്ന് തന്നെയാണ്. ചുറ്റുവട്ടം വളഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ തിരച്ചിൽ അതിവ്യാപകമായി തന്നെ നടന്നു വരുന്നത്. പക്ഷേ ഏതായാലും ഈ ഒരു നിമിഷം ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ചുറ്റുവട്ടം മുഴുവൻ വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ്. CCTV, ഗോവിന്ദച്ചാമിയെ കണ്ട ദൃക്സാക്ഷികൾ, അതുപോലെ CCTVയിൽ ഇവിടെ ഗോവിന്ദച്ചാമി തന്നെയാണ് ഇതിലൂടെ പോയതെന്ന് സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ കാടടച്ചുള്ള ഒരു പരിശോധനയാണ്. കൃത്യം 9:10 കൂടിയാണ് ഇതിലൂടെ ഗോവിന്ദച്ചാമി കടന്നുപോയത്. ഓട്ടോക്കാർ, അതായത് നേരത്തെ ഓട്ടോ തൊഴിലാളികൾ ഇദ്ദേഹത്തെ കണ്ടു എന്ന റോഡരികിൽ നിന്ന് പറഞ്ഞതാണ്. ആ ഓട്ടോ തൊഴിലാളികൾ ഈ ഗോവിന്ദച്ചാമിയുടെ പിന്നാലെ തന്നെ ഓടുകയും ഇവിടെ ഒരു ചെറിയ മതിലാണ്, ജയിലിന്റെ മതിൽ ചാടിക്കടന്ന് വന്ന ഗോവിന്ദച്ചാമിക്ക് ഇതൊന്നും വളരെ നിസ്സാരമായി മറികടക്കാൻ പറ്റുന്ന ചെറിയൊരു മതിൽ മാത്രമാണ്. അത് ചാടിക്കടന്നുകൊണ്ടാണ് ഈ കാട് പ്രദേശത്ത് കൂടി ഗോവിന്ദച്ചാമി ഏതായാലും പോയിട്ടുള്ളത്. പോലീസ് വ്യാപകമായി തന്നെ തിരയുകയാണ്. ഉടനെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ളത്. പോലീസും ഡോഗ് സ്ക്വാഡും ഒന്നടങ്കം ചേർന്നുകൊണ്ടാണ്, ഡോഗ് സ്ക്വാഡും ചേർന്നാണ് ഈ കാട്ടിൽ തിരയുന്നത്. ഇതിനപ്പുറത്തെ ഭാഗത്ത് അഭിലാഷ് പറഞ്ഞതുപോലെ ഏകദേശം 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ്. അതിനു മുൻപ് പക്ഷേ രാഹുൽ, ആ റെയിൽവേ ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ വിജനമായ ഏരിയ മാത്രമല്ല, അഴീക്കോടൻ മന്ദിരമുണ്ട്, കവിതാ തിയേറ്റർ ഉണ്ട്, അവിടെയൊക്കെ നാട്ടുകാരുണ്ട്. റെയിൽവേ ട്രാക്കിലേക്ക് ഈ കാട്ടിലൂടെ മാത്രം നടന്നെത്താൻ പറ്റില്ലല്ലോ. അതിനാണ് അഭിലാഷ് ഇതിനപ്പുറത്തേക്ക് എങ്ങോട്ട് പോയി എന്ന രീതിയിൽ ഒരു ദൃക്സാക്ഷികളെയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളോ നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ നമ്മൾ പറഞ്ഞു ഈ കാട് ഒരു 100 മീറ്ററോളം കാട്, അതിനുശേഷം 2 കെട്ടിടങ്ങളാണെന്ന് പറഞ്ഞു. ആ കെട്ടിടങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടങ്ങളുടെ പരിസരത്തും അകത്തും ഒക്കെയായി പോലീസ് ഏതായാലും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഏതായാലും നിലവിൽ ഗോവിന്ദചാമിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനപ്പുറത്തും പല ഭാഗത്തായി ഞാൻ പറഞ്ഞതുപോലെ, അഭിലാഷ് പറഞ്ഞതുപോലെ ഈ തിയേറ്റർ അടക്കം വരുന്ന പ്രദേശമാണ്. അവിടെയൊക്കെ പോലീസ് തിരയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം ഗോവിന്ദചാമിയെ കണ്ടെത്തുവാനോ പിടികൂടുവാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കണ്ണൂർ നഗരത്തിന് ഉള്ളിലുള്ള തളാപ്പിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമാണ്. ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്തേക്കാണ് ഗോവിന്ദചാമി ഓടിയിട്ടുള്ളത്. അവിടെ നിന്ന് അയാളെ കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് പോലീസ്.